101 on stage. Okay, participant 101. മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് പറയുകയുണ്ടായി നിങ്ങളുടെ സെൽഫ് ഇൻട്രോയിൽ. സോ ഇപ്പോൾ ഈ വേദിയിൽ നിന്ന് വേറൊരാൾക്ക് വേണ്ടി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ വുഡ് യു ഡു ഇറ്റ് ഓർ നോട്ട്? ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, അല്ലാതെ അവരുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ കോമ്പറ്റീഷന് ഇതായിട്ട് ഞാൻ മാറി നിന്ന് അവരെ വിൻ ചെയ്യാൻ അനുവദിക്കുമെന്നല്ല ഞാൻ പറയും. അവരെ എന്നോട് കോമ്പീറ്റ് ചെയ്ത് അവർ പ്രൈസ് അടിക്കുവാണെങ്കിൽ അതാണ് അവരുടെ ഏറ്റവും വലിയ ഗ്രോത്ത്. സോ ഞാൻ മാറി നിന്നുകൊണ്ടല്ല, അവരുടെ ഒപ്പം നിന്ന് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. Yes, ma'am. So you said that you will not step back for others to come up or to put you down. Alle. So oru leader nu, that is you are going to be a leader from AJC. So leader nu venda, as you stand as Miss Assure, what is the best criteria which you need to possess? Ma'am, can you repeat the question please? The best criteria which you need to process as a Miss Assure. മിസ് അഷ്യൂറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കോൺഫിഡൻസ് ആണ്. അതുമാത്രമല്ല, വേറെ ഉള്ള ഒരാളെ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് കൊണ്ട് അവരെ ഇൻസ്പയർ ചെയ്യാനുള്ളൊരു എബിലിറ്റി. ആൻഡ് ആസ് എ ലീഡർ എന്നതിൽ നമ്മുടെ ഒരുമിച്ച് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരികയും അവർക്ക് അവർ ചെയ്തതിന് അതിൻ്റേതായ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻസ് കൊടുക്കുക. അതാണ് ഒരു ലീഡറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഐ തിങ്ക് ദിസ് ആർ ദി qualities a leader should possess. And ഒരു ബാക്കി അഷ്യൂറിന് എല്ലാ കണ്ടസ്റ്റൻസിനും ആ കോൺഫിഡൻസ് ആൻഡ് ആൻ ഓപ്പൺ ഹാർട്ട് ടു ടേക്ക് എവറിത്തിങ് ആണ് ഞാൻ വിശ്വസിക്കുന്നു. If you were the prime minister of a country for one day, what is the one thing that you would want to change? ഞാൻ ഒരു ദിവസത്തെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഫ്രീ ഡേ കൊടുക്കും. ഫ്രീ ഡേ എന്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണ്. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ലീഡർ എല്ലാവർക്കും ചുമ്മാ ഒരു ഫുൾ ഡേ ഫ്രീ കൊടുക്കും. ലീഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ ഒത്തിരി ഓവർ വർക്ക് ചെയ്യിക്കുന്നതല്ല, അവർക്ക് റെസ്റ്റ് ആൻഡ് അവർക്ക് അപ്രീസിയേഷൻ ഫ്രീ ടൈം കൊടുക്കുന്നതിലാണ്. പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ചെയ്യണം. ഇത്രയും ദിവസം അവർ ഡ്യൂട്ടീസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അവരുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? You get one day and that is what you would do. Yes sir. Very bad. Because you are given a very responsible position. You could have done so much of wonderful things. And this is the answer that you give. Sir, ഞാൻ ഒരു ദിവസം കൊണ്ട് എനിക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ എനിക്ക്. ബാക്കി പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ബാക്കി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലോ. സോ ഒരു ദിവസം അവർ എൻജോയ് ചെയ്യട്ടെ. Suppose if this was the last one day in your life, what is the one thing that you would want to do that you would make your heart content? First, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ ഒരു ദിവസം എനിക്ക് തീരാൻ പോവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിൽക്കണം. ഇല്ല, നമുക്ക് റെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഈ ഒരു ആഗ്രഹം പിന്നെ പറയേണ്ട കാര്യമില്ല. You are saying contradictory things. അല്ല സാർ, സാർ ചോദിച്ചത് ഒരു ദിവസം ഞാൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, പക്ഷെ ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാം. റിലാക്സ് ജിയ ഭയങ്കര ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. ഓരോ ക്വസ്റ്റ്യൻസിനും ജിയ തരുന്ന ഉത്തരം, ജിയ ഞങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളും ജിയ അജിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ ജിയ ഇത്ര ആരഗൻസ്? ജിയുടെ കണ്ണ് കണ്ട അറിയാം. ജിയ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ജിയുടെ കണ്ണിൽ ഭയങ്കരമായിട്ട് ആരഗൻസ് ഉണ്ട്. ജി എന്തിനാണ് ജിയ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, ജി എന്തിനാ ഇങ്ങനെ ആരഗൻസ് കാണിക്കുന്നത്? നമ്മളൊരു ചെറിയൊരു ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ജിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഏറ്റവും നല്ലൊരു കുട്ടിയെ പോലെയാണ്. ആ ജിയ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? എന്തിനാണ് ചെയ്യുക? സാറിന് എനിക്കിപ്പോ അരഗൻസ് ഉണ്ടെന്ന് തോന്നിയത് സാറും കണ്ണാടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ സാറിന് തീർച്ചയായും കണ്ണ് കാണത്തില്ല. എനിക്ക് അരഗൻസ് തോന്നുന്നു. കണ്ടോ ബോഡി ഷേമിംഗ് അല്ല മിസ്, ഞാൻ പറയട്ടെ. ജിയ കണ്ടോ എന്താ ജിയ ഇങ്ങനെ? ജിയ അപ്പോഴത്തേക്കും പ്രെജുഡൈസ്ഡ് ആയി, ജഡ്ജ്മെന്റലായി. ഒരു നല്ല ലീഡറിന് ചേർന്ന സ്വഭാവമാണോ പ്രെജുഡൈസ്ഡ് ആകുന്നതും ജഡ്ജ്മെന്റലാകുന്നു? ഒരാൾ കണ്ണാടി വെച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ കണ്ണാടി ഇന്നും കൊണ്ട് ഉപേക്ഷിക്കുക, അങ്ങോട്ട് വേണ്ട എനിക്ക്. എന്തിനാ
എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാ ജിയ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? സാറിന്റെ മനസ്സ് ഇത്രയും പിഞ്ച് മനസ്സെന്ന് ഞാൻ വിചാരിച്ചില്ല. ജിയുടെ മനസ്സ് ഇത്ര അരഗന്റ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. മാം, ഇത് ഒരിക്കലും അരഗന്റ് അല്ല. ആക്ച്വലി അരഗന്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഇത്രയും ചിരിച്ചോണ്ട് ഇത്രയും ഫണ്ണി ആയിട്ട് ഹ്യൂമർ ആയിട്ട് ജിയ സംസാരിക്കാൻ വീണ്ടും പറ്റില്ല. ജഡ്ജ്മെന്റലായി. ചിരിക്കുന്ന ഒരാള് എന്തുകൊണ്ട് അയാൾ കോമഡിയനാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ചിരിച്ചോണ്ട് ദേഷ്യപ്പെടാം. ജിയ ജിയ ചെയ്ത് മൊത്തം വൃത്തിയേടായിരുന്നു. ചിരിക്കില്ലേ? അപ്പൊ ജിയ എന്തുകൊണ്ട് ജിയ ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആകുന്നു? എന്തുകൊണ്ട് പ്രജുഡൈസ്ഡ് ആകുന്നു? ഒരു നല്ല Jia, ചെറിയ you lost your സ്വഭാവമാണോ അത്? smile. Jia, you lost your smile. മാം, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു സാർ എന്താണ് പറയുന്നത്. സാർ ഇന്ന് നല്ല കുട്ടികളെ പോലെ സംസാരിക്കുന്നു, അതുകൊണ്ടാണ്. ഒരിക്കലും ഞാൻ അരഗണ്ടും അല്ല ജഡ്ജ്മെന്റിലും അല്ല. ഞാൻ ആരെയും അത് രണ്ടുമാണ് ഇവിടെ ഷോക്കേസ് ചെയ്തത്. ഞാൻ ആരെയും ജഡ്ജ് ചെയ്തില്ല, ആരെയും റൂഡായിട്ട് സംസാരിച്ചില്ല. ജിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. ഇന്ന് ജിയ അല്ലെങ്കിൽ ആയിരിക്കുന്ന ആരായിരിക്കും ഇവിടുത്തെ മിസ് അശ്വ? 70 seconds. ഞാൻ അല്ലായിരുന്നെങ്കിൽ അവരുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്ര ജിയ കൊണ്ടു ഒരു ഉത്തരം, ഒറ്റ ഉത്തരം. നെയിം ദ കാൻഡിഡേറ്റ് ഹു ഇസ് ദ മിസ് അശ്വ ഓഫ് 2K25 if it is not you. വേഗം 2 seconds. I will 1 say 0 Shilpa. Shilpa. Bye, So bye, Shilpa bye, is bye, declared bye, the bye, winner bye, by Jia പറഞ്ഞു കേട്ടോ. Shilpa, you are already winner. Thank you. ഞാൻ ഇല്ല, Thank you മാത്രം. Jia. That was a great session. Thank you.